മോദി ഭരണം കൊണ്ട് പൊറുതിമുട്ടി നേതാവേ. 2 കോടി തൊഴിൽ തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? തൊഴിലിന് പകരം തൊഴിൽ മാത്രം. എത്ര കർഷകർ ആത്മഹത്യ ചെയ്തു, എത്ര വിദേശ യാത്രകൾ. അതുകൊണ്ട് ഇന്ത്യക്ക് എന്ത് നേട്ടമുണ്ടായി? എന്നിട്ട് ഇന്ത്യ തൊലഞ്ഞു എന്ന് പറഞ്ഞാ മതി. ഗ്യാസിനൊക്കെ ഇപ്പൊ എന്താ വില? എന്റെ കയ്യിൽ ഗ്യാസ് വാങ്ങാനുള്ള കാശൊന്നുമില്ല. അമ്മയില്ലാതെ 2 പെമ്മക്കളെ വളർത്തണം. ഈ ഗ്യാസ് കുറ്റി വെച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും. ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ലേ? നിങ്ങളെ ഈ സർക്കാർ രക്ഷിക്കും. ഇന്ത്യ തിളങ്ങില്ലെങ്കിലും കേരളം തിളങ്ങും സുഹൃത്തെ. UDF നടത്താൻ കഴിയാത്ത ഗെയിൽ പദ്ധതി ഈ സർക്കാർ നടപ്പിലാക്കിയില്ലേ? നിങ്ങൾ വിഷമിക്കരുത്. 635 രൂപ വിലയുള്ള ഗ്യാസ് വെറും 200 രൂപയ്ക്ക് ഈ സർക്കാർ നൽകും. കേരളത്തിൽ ഒരുപാട് വികസനം നടക്കുന്നുണ്ടല്ലോ നേതാവേ. എങ്ങനെയാ ഇതൊക്കെ? ഇതൊക്കെ നടത്താൻ കിഫ്ബി ഇല്ലേ? പശ്ചാത്തലമൊരുക്കാൻ പുനർജീവനത്തിന്റെ തനതു മാർഗം. റിസർവ് ബാങ്കിന്റെ അംഗീകാരത്തോടുള്ള മേൽനോട്ട സമിതിയാണ് നടത്തുന്നത്. കേരളം നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന BJPയും UDFും എത്ര നുണകളാ പ്രചരിപ്പിക്കുന്നത്. എല്ലാം പൊളിഞ്ഞില്ലേ?